मैं जब मर जाऊंगा तभी पहले लोग पत्थर मार के देखेंगे कि सचमुच मर गया। मग ते असं म्हणाले 75 वर्ष का आपने किया, लेकिन मैं इसका अर्थ जानता हूँ। 75 वर्ष की साल जब उड़ी जाती है तो उसका अर्थ ये होता है कि अब आपकी आयु हो गई, अब जरा बाजू हमको करने। പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് മാർഗദർശക് മണ്ഡൽ. ഇക്കൊല്ലം അതിലേക്ക് നരേന്ദ്രമോദി തന്നെ ഔദ്യോഗികമായി പ്രവേശിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്നത്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ മാറ്റി നിർത്താനാണ് മോദി മാർഗദർശക് മണ്ഡൽ കൊണ്ടുവന്നത്. 75 വയസ്സ് പൂർത്തിയായ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, കേന്ദ്രമന്ത്രിമാരായിരുന്ന കൽരാജ് മിശ്ര, നജ്മ ഹെപ്തുള്ള എന്നിവരും ഔദ്യോഗിക പദവി ഒഴിഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി BJPയുടെയും NDAയുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. തിരഞ്ഞെടുപ്പിലെ നിർണായക പങ്കും RSS അംഗീകരിക്കുന്നതാണ്. അതിനാൽ 75 വയസ്സ് പ്രായപരിധി മോദിക്ക് ബാധകമാകുമോ എന്നത് വലിയ ചോദ്യമാണ്. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന RSSന്റെ ആഗ്രഹമായി അവസാനിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. ഈ വർഷം 75 വയസ്സ് തികയുന്ന മോഹൻ ഭാഗവത് സ്വന്തം കാര്യം പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. അതിനിടയിൽ മോദി മാറുകയാണെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.